ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്. പെസഹ തിരുനാളിൻ്റെ 50-ാം നാൾ. ഇസ്രായേൽ സമൂഹം വിളവെടുപ്പ് തിരുനാളായിട്ട് ആഘോഷിച്ചിരുന്ന വലിയ ഒരു തിരുനാൾ കത്തോലിക്കാ സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യത്തിൽ ക്രിസ്തുനാഥൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ 50-ാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആഗമന ദിവസമായിട്ട് വിശ്വാസത്തോടെ ജനം നോക്കിക്കാണുന്ന പുണ്യ തിരുനാളാണ്. ഈ തിരുനാൾ ദിനമാണ് സഹിയോൻ മാളിക മുറിയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് അഗ്നിസ്വരൂപനായിട്ട് ഇറങ്ങി വന്നത്. ഇന്ന് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തെ ദ്യോതിപ്പിക്കുന്ന വചനവായന അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ കർത്താവ് തൻ്റെ തിരുവുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് അവിടുന്ന് പറഞ്ഞ അതേ കാര്യം 50 നാളുകൾക്ക് ശേഷം സംഭവ്യമാവുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കർത്താവ് അനാദിയിലെ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു അത്. ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആത്മാവ് വരദാന ഫലങ്ങളാൽ ക്രൈസ്തവ മക്കളെ നിറയ്ക്കും. ആത്മാവ് അനേക കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. പരസ്യജീവിതകാലത്ത് ഈശോ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത തിരുവചനത്തിൻ്റെ പലതിൻ്റെയും പൊരുള് അവരുടെ ഉള്ളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈശോ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ യഹൂദ ജനതയ്ക്കും അവൻ്റെ ശിഷ്യന്മാർക്ക് പോലും സാധിക്കാതിരുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. ആത്മാവ് കടന്നു വന്നപ്പോഴാണ് അവൻ പറഞ്ഞ പല കാര്യങ്ങളുടെയും അന്തരാർത്ഥങ്ങൾ ശിഷ്യന്മാർക്ക് പോലും വെളിപ്പെടുത്തി കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഏറെ അനുഗ്രഹങ്ങൾ വർഷിച്ച് നമുക്ക് തൻ്റെ വരദാന ഫലങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന പുണ്യപ്പെട്ട തിരുനാൾ ദിവസം. ഇന്നാണല്ലോ നമ്മുടെ കുഞ്ഞുമക്കൾ ആദ്യമായിട്ട് അക്ഷരം കുറിക്കുന്ന ദിവസം. അങ്ങനെയും ഈ ദിവസത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല തുടക്കം എല്ലാ അർത്ഥത്തിലും. ക്രൈസ്തവ സഭയുടെ ഒരു ഉദ്ഘാടന ദിവസം എന്നൊക്കെ വേണമെങ്കിൽ ഈ ദിവസത്തെ പറയാം. ഇന്നാണ് മാളികമുലയിൽ നിന്ന് ഇറങ്ങിയ പത്രോസ് ധൈര്യസമേതം ജനമധ്യത്തിലേക്ക് ചെന്ന് നിന്ന് ഉറക്കെ തമ്പുരാൻ്റെ തിരുവചനം പ്രഘോഷിക്കുക. അവൻ്റെ പ്രസംഗം കേട്ടിട്ട് 3000 പേരാണ്. അതും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ ദേശത്ത് നിന്ന് വന്നവർ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സന്ദേശം താന്താങ്ങളുടെ ഭാഷയിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും എല്ലാം അറിഞ്ഞു ബോധ്യപ്പെട്ടു എന്നതാണ് തിരുവചനം നൽകുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ അനുഗ്രഹം. ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ വർഷവും പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആചരിക്കുന്നുണ്ട്. എല്ലാ കൂദാശകളും നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രത്യേകതയോടെ മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നുണ്ട്. അദൃശ്യമായ വരപ്രസാദത്തിൻ്റെ ദൃശ്യമായ അടയാളമായ ഓരോ പരിശുദ്ധ കൂദാശയും നമ്മുടെ ഹൃദയത്തിലേക്ക് കോറിയിടുന്നത് അനുഗ്രഹത്തിൻ്റെ പൊൻവെളിച്ചം മാത്രമല്ല, അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്നത് യഥാർത്ഥമായ ദൈവ അനുഭവത്തിൻ്റെ ആത്മീയ സ്പർശനമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഓരോ കൂദാശയിലൂടെയും വന്ന് നിറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉജ്ജ്വലിക്കപ്പെടുകയാണ്, പ്രോജ്വലിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നത് ഈ തിരുനാൾ ദിവസം നമുക്ക് ഒരു പുതിയ അനുഭവമല്ല. നമ്മൾ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ആവിഷ്കരിക്കാൻ, ഒരു പുനർവായനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ, പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനുമൊക്കെ ഈ തിരുവചനം നമ്മളെ സഹായിക്കണം. അമ്മമാർ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മൾ കാണാറുള്ളൊരു കാര്യമുണ്ട്. രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികൾ അമ്മമാർ ഉച്ചവരെ അടുപ്പ് തോരാതെ അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. രാവിലത്തെ കാപ്പി കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം അതിങ്ങനെ തയ്യാറാക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒരു ചെറിയ വിശ്രമവേളയുണ്ട്. പിന്നെ 4 മണിക്ക് ഒരു ചായ. ആ ചായ ഉണ്ടാക്കുന്നത് വരെയുള്ള ഇടവേള നമ്മൾ കാണാറുണ്ട് അമ്മമാർ ചെയ്യുന്നത്. അവരടുപ്പിൽ നിന്ന് അത്യാവശ്യം വലിയ വിറക് കമ്പുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചു വെക്കും. അടുപ്പിനകത്ത് കിടക്കുന്നതും അടുപ്പിൻ്റെ പുറത്തേക്ക് വലിച്ചു വെച്ചതുമായിട്ടുള്ള ഈ വിറക് കമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറ്റിവെക്കും. അവിടുത്തെ കനൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മമാർ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ഈ വലിച്ചു വെച്ച ആ അടുപ്പിൽ അവർ പശുവിന് കൊടുക്കാനുള്ള കാടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കും, തീയുടെ ചൂട് കളയാതിരിക്കാൻ വേണ്ടി. പക്ഷെ ശരിക്കും അതുകൊണ്ട് വലിയ കാര്യമില്ലെന്ന് നമുക്കൊക്കെ അറിയാം. 4 മണിയാകുമ്പോൾ 4 മണിക്കത്തെ കാപ്പി ഉണ്ടാക്കാൻ അമ്മമാർ ചെറിയൊരു ഉച്ചമയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. അവർ തിരികെ വരുമ്പോഴത്തേക്കും ആ അടുപ്പിലെ കനലുകളൊക്കെ വെള്ള നിറമാകും. ചാരം പൊതിഞ്ഞ് അതിങ്ങനെ അതിൻ്റെ പ്രഭ നഷ്ടപ്പെട്ട് അതിൻ്റെ ജ്വലന ശക്തി നഷ്ടപ്പെട്ട് ഇരിക്കുന്നൊരവസ്ഥ. അമ്മമാരെന്താ ചെയ്യുന്നത്? അവർ വന്ന് വിറക് കൊള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കും, വീണ്ടും അടുപ്പിനകത്തേക്ക് ഒന്ന് തള്ളി വെച്ചിട്ട് കുഴലെടുത്ത് ചെറുതായിട്ടൊന്ന് ഊതി കഴിയുമ്പം വീണ്ടും അടുപ്പ് പഴയതുപോലെ ജ്വലിക്കും. ആ കനലുകൾ ചേർന്നിരുന്ന് കഴിയുമ്പം അടുപ്പിലെ തീ വീണ്ടും കത്തും. കടുങ്കാപ്പിയായി പിന്നെ അത്താഴത്തിനുള്ള വിഭവങ്ങളായി എല്ലാം തയ്യാറാക്കാൻ സാധിക്കുന്നത് ഈ അടുപ്പിലെ തീ ഒന്ന് വീണ്ടും കത്തിച്ചെടുക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പന്തക്കുസ്താ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും സംഭവിക്കേണ്ടതാണ്. സിഹ്യോൻ മാളികയിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഓരോരുത്തരിലും വന്ന് നിറയുന്നത് അനുഭവിക്കുവാനും ബോധ്യപ്പെടാനും നമുക്ക് സാധിക്കണം. കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മേൽ അയച്ചതാണ് എങ്കിൽ ആ ശിഷ്യന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷ വഴി പുരോഹിതർ നമ്മുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നുണ്ട് എന്ന കാര്യം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, ആത്മാവിനാൽ നിറഞ്ഞ് വൈദികർ, സമർപ്പിതർ, വചനപ്രഘോഷകരൊക്കെ നമ്മുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗപീഠകൾ മാറിപ്പോകുന്നു, നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു, അസ്വസ്ഥതകൾ മാറിപ്പോകുന്നു, ബന്ധനങ്ങൾ അകലുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മൾ പ്രവർത്തിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കാൻ ഈ തിരുനാളിലൂടെ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ള വലിയ ബോധ്യം തിരിച്ച് വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിനാൽ ജ്വലിക്കുന്നവരായി തീരാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടതും ദൈവാനുഭവം യാചിക്കേണ്ടതും. ഹൃദയത്തിൻ്റെ നിറവിൽ ആത്മാവ് നിറയുമ്പോൾ, ഹൃദയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ്റെ ശക്തി കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ ബലമുള്ളവരായി മാറും. ഒരുപക്ഷെ ഭയന്ന് വിറച്ച് യഹൂദ ജനതയെ പേടിച്ച് മാളികമുറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ. അവരൊളിച്ചിരുന്നപ്പോൾ അമ്മ അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു ഉറക്കെ. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് തമ്പുരാൻ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ
കർത്താവിൻ്റെ അരുമശിഷ്യന്മാരുടെ മേൽ ഇറക്കിയത്. അതേ പരിശുദ്ധാത്മാവിനാൽ കൊണ്ട് നമ്മൾ നിറയണം. അതേ ആത്മചൈതന്യം നമ്മുടെ ഹൃദയങ്ങളുണ്ടാകണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ കനലുകളൊക്കെ വീണ്ടും ഒന്ന് ജ്വലിച്ച് ആത്മാവിനെ സ്വീകരിക്കാൻ പോരുന്നതായി നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് പരിവർത്തനപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യ തിരുനാളിൻ്റെ ഏറ്റവും ഹൃദയപൂർവമായ അനുഗ്രഹമേശം ഏവർക്കും ആശംസിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമ്മളിൽ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ആത്മാവിനെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ധ്യാനപൂർവ്വം ഒന്ന് ശ്രവിക്കാനൊക്കെ വായിക്കാനൊക്കെ ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലൂടെയാണല്ലോ നമ്മൾ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുക. ആ ബോധ്യത്തിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്നവരായിത്തീരാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവർക്കും സമൃദ്ധമായ അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മാവ് നമ്മളെ ജ്വലിപ്പിക്കട്ടെ, ആത്മാവ് നമ്മളെ വഴി നടത്തട്ടെ, ആത്മാവ് നമ്മുടെ ജീവൻ്റെ കാരണമായി തീരട്ടെ, ശക്തിയുടെ ബലത്തിൻ്റെ അടിസ്ഥാനമായിട്ട് തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.